പ്യാരി ബച്ചോ ആദാബ്. നാളത്തെ എക്സാമിനുള്ള ചാപ്റ്റേഴ്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ അതിൻ്റെ ആൻസേഴ്സും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും മക്കൾ ഈ ഒരു വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ആ ഒരു വീഡിയോയും പോയിട്ട് കാണണം. അതിലൊരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും ഉള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് അതിൻ്റെ ആൻസർ ഒന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനമായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് പഞ്ചായത്ത് ഹാളിൽ കുടുംബശ്രീ കാ മേള ഹെ. പഞ്ചായത്ത് ഹാളിൽ കുടുംബശ്രീയുടെ മേളയുണ്ട്. സാബു അമ്മിക്ക് സാത്ത് മേള ദേക്കിനെ ഗയ. സാബു അവൻ്റെ അമ്മയോടൊത്ത് ആ മേള കാണാൻ വേണ്ടിയിട്ട് പോയി. ബച്ചോ कुटुंबश्री यूनिट में क्या क्या चीज़ें बनाते हैं? 4 चीज़ों के नाम लिखिए. ഇവിടെ ചോദിച്ചിട്ടുള്ളത് കുടുംബശ്രീ മേളയിൽ എന്തെല്ലാം വസ്തുക്കളാണ് അവർ ഉണ്ടാക്കാറുള്ളത്. ഏതെങ്കിലും 4 വസ്തുക്കളുടെ പേരുകൾ എഴുതാനാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുടുംബശ്രീയിൽ ഘരേലു സാമാൻ അല്ലെ, അതായത് വീട്ടാവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ, അതേപോലെ തന്നെ പക്വാന്, കപ്പയുടെ ഇത്തരത്തിലുള്ള വസ്തുക്കളൊക്കെയാണ് കുടുംബശ്രീ മേളയിൽ അവർ വിൽക്കുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള സാധനങ്ങളുടെ പേരുകളൊക്കെ എഴുതുക. പിന്നെ ബി ക്വസ്റ്റ്യന് കുടുംബശ്രീ ഔരത്തോം കാ ഏക് അഞ്ജുമൻ ഹെ. ഇത് സ്ത്രീകളുടെ ഒരു സംഘടനയാണ് അല്ലേ, ഒരു അഞ്ജുമൻ, ഒരു ഓർഗനൈസേഷൻ. കുടുംബശ്രീക്ക് ബാരേമി ഏക് നോട്ട് ലിഖിയെ. കുടുംബശ്രീയെ കുറിച്ചിട്ട് ഒരു നോട്ട് തയ്യാറാക്കാനാണ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള നോട്ട് കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം. കുടുംബശ്രീ ഔരത്തോം കി ഏക് അഞ്ജുമൻ ഹെ. കുടുംബശ്രീ സ്ത്രീകളുടെ ഒരു പ്രത്യേക ഒരു യൂണിറ്റാണ്, ഒരു സംഘടനയാണ്. ഈ ഔരത്തോം കോ ബഢാവ ദേനെ കാ ഏക് സർക്കാരി മൻസൂബ ഹെ. ഇത് സ്ത്രീകളെ മുന്നോട്ട് നയിക്കുന്നതിനുള്ള സർക്കാരിൻ്റെ ഒരു പ്ലാനിങ് ആണ്. മൻസൂബ എന്ന് പറഞ്ഞാൽ പ്ലാനിങ്. और गरीबी दूर करना उसका अहम मकसद है. ദാരിദ്ര്യത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. മക്സദ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം. त्योहारों के मौके पर കുടുംബശ്രീ के मेले लगते हैं. ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള ആഘോഷങ്ങളുടെ അവസരത്തിലാണ് അവർ ഈ ഒരു കുടുംബശ്രീ മേളകൾ സംഘടിപ്പിക്കാറുള്ളത്. അതായത് ഓണത്തിൻ്റെ ആ ഒരു സീസണിൽ, അതേപോലെ പെരുന്നാളിൻ്റെ സീസണിൽ ആ ഒരു സമയത്താണ് ഇവർ ഈ മേളകൾ സംഘടിപ്പിക്കാറുള്ളത്. അവർ ഔരത്തെയും ഉൻ മേളോമേ ഘരേലു സാമാൻ. ഇതാണ് നമ്മൾ ഫസ്റ്റത്തെ എ ക്വസ്റ്റ്യനിൽ നമ്മൾ എഴുതേണ്ടത്. ഘരേലു സാമാനുകളായിട്ടുള്ള, അതായത് വീട്ടാവശ്യങ്ങൾക്ക് ഉള്ള സാധനങ്ങൾ, അതായത് നമ്മുടെ സാബൂൻ അല്ലേ, സാബൂന്, സോപ്പ്, അതേപോലെ തന്നെ അച്ചാറ്, പിന്നെ പാപ്പട് അല്ലെ, പപ്പടം, ഇതേപോലെയുള്ള സാധനങ്ങളാണ് നമ്മളവിടെ എഴുതേണ്ടത്. പിന്നെ ഖാനേക്ക് ചീസ്, കഴിക്കാൻ പറ്റിയ പക്വാനുകൾ, പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കും. കപ്പടെ അല്ലെ, വസ്ത്രങ്ങൾ വകൈര തയ്യാർക്കാർക്ക് വേച്ചത്തെ. ഇതെല്ലാം അവർ സ്വയം തയ്യാറാക്കിയിട്ടാണ് അവരിതെല്ലാം വിൽക്കുന്നത്. പിന്നെ പച്ചക്കറികളൊക്കെ അവർ സ്വയം അവരുടെ കുടുംബശ്രീ യൂണിറ്റിൻ്റെ ബേസിൽ അവരൊരു പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ടാക്കിയിട്ട് പച്ചക്കറികളൊക്കെ വിൽക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ വിൽക്കുന്നത് അവരിങ്ങനെയൊക്കെയുള്ള മേളകളിൽ കൊണ്ടുവന്നിട്ടാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. കുടുംബശ്രീ മേളാമി കൈ തരഹയ്ക്ക് സ്റ്റാൾ ഹെ. കുടുംബശ്രീ മേളയിൽ ഒരുപാട് സ്റ്റാളുകളുണ്ട്. സാബു തർക്കാരിയ ഹരീദിനെ കീഴിൽ ഏക്ക് സ്റ്റാൾ ഗയ. അപ്പോൾ സാബു തർക്കാരികൾ, പച്ചക്കറികൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാളിലേക്ക് പോയി. സാബുക്ക് ദേക്കർ ദുക്കാൻദാർ പൂച്ചനയിലേക്ക്. സാബുവിനെ കണ്ടപ്പോൾ ദുക്കാൻദാർ ചോദിക്കുകയാണ്, ദുക്കാൻദാർ ക്യാ ചാഹിയേ ബേട്ട, അല്ലേ ബേട്ടെ, എന്താണ് മോനെ വേണ്ടത്? അപ്പോൾ സാബു എന്ത് പറയും? അവിടെ കുറച്ച് പച്ചക്കറികളും അതിൻ്റെ അതിൻ്റെ വിലകളും കൊടുത്തിട്ടുണ്ട് അല്ലേ. ടമാട്ടറിന് എത്രയാണ്? 20 രൂപയുണ്ട്. ആലൂനോ 30 രൂപ അല്ലേ. ഗോബി 35 രൂപ. അപ്പം എന്ത് സാധനമാണ് വേണ്ടത് എന്നുള്ളത് ചോദിക്കുമ്പോൾ സാബു പറയും എന്താണ് വേണ്ടത് എന്നുള്ളതിന് മറുപടിയായിട്ട് പറയാം എന്ത്, 1 കിലോ അല്ലേ, 1 കിലോ ടമാട്ടർ. അവന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിനുള്ള മറുപടി പറയാം. അപ്പോൾ ഇവിടെ ടീച്ചർ കൊടുത്തിട്ടുള്ളത് 5ാം ക്ലാസ്സിലെ ഇതേ രീതിയിലുള്ള ഒരു സംഭാഷണത്തിൻ്റെ ഒരു മാതൃകയാണ്. എങ്ങനെയാണ് നമ്മൾ ആ ഒരു സംഭാഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? വളരെ സിമ്പിളായിട്ട് നമുക്കത് ചെയ്യാം അല്ലേ. ഇവിടെ ദുക്കാൻദാർ ചോദിക്കാൻ ക്യാ ചാഹിയേ ബേട്ട. അപ്പോൾ അവിടെ അവർക്കുണ്ടായിരുന്ന ഫർഹാൻ എന്നുള്ള ഒരു കുട്ടിയും ദുക്കാൻദാറും തമ്മിലുള്ള സംഭാഷണമായിരുന്നു. അപ്പോൾ അവിടെ ഇതേപോലെ ഓരോന്നിൻ്റെയും വിലകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗുഡിയാക്ക ക്യാ ദാം ഹേ, അതേപോലെ നമുക്ക് ചോദിക്കാം ടമാട്ടർക്കോ 1 കിലോ ടമാട്ടർക്കോ ക്യാ ദാം ഹേ അല്ലേ, എന്താണ് 1 കിലോ ടമാട്ടറിന് വില? അപ്പോൾ ദുക്കാൻദാർ അതിൻ്റെ വില പറയും. പിന്നീടോ പിന്നെ ഓർ ക്യാ ചാഹിയേ അല്ലെ, പിന്നെ എന്തെങ്കിലും വേണോ എന്നുള്ളത് ചോദിക്കാം. ഓർ ക്യാ ചാഹിയേ. അപ്പോൾ നമ്മുടെ കുട്ടിക്ക് അല്ലേ, അതായത് സാബുവിന് അതിനുള്ള മറുപടി പറയാം 1 കിലോ അല്ലേ. വേറെ എന്താണ് അവന് ആവശ്യമുള്ളതെന്ന് വെച്ചെങ്കിൽ ആ ഒരു ചീസും കൂടെ ഉൾപ്പെടുത്തിയിട്ട് പറയാം.
അവസാനം നമുക്ക് ചോദിക്കാം, അതായത് ആ ഒരു സാബുവിന് ചോദിക്കാം കുൽ കിത്തനെ ഹുയെ, ഇപ്പം ടോട്ടൽ എത്രയായി അല്ലേ, കുൽ കിത്തനെ ഹുയെ. ടോട്ടൽ എന്നുള്ളതിന് എന്താ പറയുക, കുൽ എന്നുള്ള അല്ലേ. ഇനി അപ്പോൾ ദുക്കാൻദാർ ആ രണ്ട് സാധനത്തിൻ്റെയും വില കൂട്ടിയിട്ട് എത്ര രൂപയാണെന്നുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു പുസ്തകം മുന്നോട്ട് കൊണ്ടുപോകാം. ഇനി ഇവിടെ നമ്മൾ റിവിഷൻ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായത് സൈൻ ബോർഡുകൾ, അതേപോലെ തന്നെ അവയ്ക്ക് എന്താണ്, ഓരോ സൈൻ ബോർഡുകളും എന്താണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ സൈൻ ബോർഡുകൾ തന്നിട്ടുണ്ട്, അതിൻ്റെ ഓരോ സൈൻ ബോർഡുകൾ എന്താണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആ സൈൻ ബോർഡുകൾ എന്താണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ ആ ജുംലകളാണ് അവിടെ നമ്മൾ എഴുതേണ്ടത്. ഇവിടെ ABCDE അല്ലേ, 5 എണ്ണം തന്നിട്ടുണ്ട്, 5 ജുംലകളും തന്നിട്ടുണ്ട്. ഒന്നാമത് നോക്കൂ, സിറഫ് ബായേം തറഫ് മുഡ് സക്തേ ഹേ. ബായേം എന്ന് പറഞ്ഞാൽ ഇടതുവശത്തേക്ക് അല്ലേ, ഇടതുവശത്തേക്കാണ് തിരിയുക. ഇടതുവശത്തേക്ക് തിരിയുക എന്നുള്ളതിനാണ് എന്ത്, ബായേം തറഫ്. വലത് ഭാഗത്തേക്കാണെങ്കിലോ നമ്മൾ ദായേം തറഫ് എന്നാണ് പറയുക. അപ്പോൾ അതേതാണ്, ഓപ്ഷൻ സി അല്ലേ, അത് സി സൈനാണ് ആ ഒരു സിഗ്നൽ നമുക്ക് തരുന്നത്. ഇനി അതിൽ ആകെ സീബ്ര ലൈൻ ഹേ സടക്ക് പാർ കീജിയെ, അതായത് മുന്നിൽ സീബ്ര ലൈനുണ്ട്, ഇതിലൂടെ റോഡ് ക്രോസ് ചെയ്യണം എന്നുള്ളത്, അത് ബി ആണ് അല്ലേ. അവിടെ സീബ്ര ലൈനോട് ക്രോസ് ചെയ്യുന്ന ഒരു സൈനാണ് നമുക്കതിൽ കാണാൻ പറ്റുന്നത്. ഇനി സ്കൂൾ ആകെ സ്കൂൾ ഹേ ധീരെ ചലിയെ, സ്കൂൾ അടുത്തുണ്ട് പതുക്കെ പോവുക, അത് എ അല്ലേ, ഒന്നാമത്തെ സൈൻ ബോർഡ് ആണ് സൂചിപ്പിക്കുന്ന ഒരു കുട്ടി സ്കൂൾ ബാഗുമായിട്ട് ഇങ്ങനെ ഒരു ഓടുന്ന ചിത്രമാണ് അല്ലേ. അപ്പോൾ അതെന്താണ്, ആകെ സ്കൂൾ അടുത്തുണ്ട് എന്നുള്ള ആ ഒരു സിഗ്നലാണ് അത് കാണിക്കുന്നത്. പിന്നെ ഓപ്ഷൻ ഡിയിൽ കാണിക്കുന്നത് എന്താണ്, അവിടെ സഡക് ബന്ദ് ഹെ അല്ലേ, റോഡ് എന്താണ് ബന്ധാക്കിയിട്ടുണ്ട്. അവിടേക്ക് ഇപ്പോൾ എന്തെങ്കിലും പണിമുടക്ക് നടക്കുന്ന സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങളായിട്ട് റോഡ് അടച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെയൊരു സിഗ്നലാണ് അവിടെ കാണിക്കുക. ഇനി ഒരു ഹോണിൻ്റെ ചിത്രം എന്നിട്ട് ഇങ്ങനെ ക്രോസ് ആക്കിയിട്ട് വര വരച്ചിട്ടുണ്ടെങ്കിൽ ഹോൺ കാ ഇസ്തേമാൽ മനാഹെ, അതായത് ഹോൺ നിരോധിത മേഖല, ഹോൺ അടിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിലാണ് അങ്ങനെയുള്ള സൈൻ ബോർഡുകൾ നമ്മൾ കാണാറുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള സൈൻ ബോർഡുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അവ എന്തായാലും നമുക്ക് ഷുവറായിട്ട് ഒരു എക്സാമിന് വരുന്നതായിരിക്കും. ഇനി 4ാമത്തെ ചോദ്യം നമുക്ക് മുന്നേ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതായത് വളരെ സിമ്പിളാണ്. നമുക്കൊരു കഥ തരും, ആ കഥയിൽ നിന്നും നമുക്ക് 4 ചോദ്യങ്ങളുണ്ടാവും. ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളെല്ലാം തന്നെ ആ ഒരു കഥയിലുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു കഹാനി നന്നായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ചോദ്യങ്ങളുടെ മുഴുവൻ ഉത്തരങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ നോക്കൂ, സാബുവിനെ ബാസാർസേക്ക് കിതാബ് ഹരീതി. സാബു ബാസാറിൽ നിന്നൊരു പുസ്തകം വാങ്ങി. ഓ കിതാബ് പഠനയിലേക്ക്, അവൻ ആ പുസ്തകം വായിക്കാൻ തുടങ്ങി. അലി ഏക്ക് അച്ഛാ ലഡ്കാത്ത, അലി ഒരു നല്ല കുട്ടിയായിരുന്നു. ജോസഫ് ഉസ്കാ ദോസ്ത് ത, അവൻ്റെ ഫ്രണ്ടായിരുന്നു ജോസഫ്. ദോനോം ഏക്ക് സാത്ത് ഖേൽത്തേത്തെ, അവർ രണ്ടുപേരും ഒരുമിച്ച് കളിക്കുമായിരുന്നു. ഹർ കാംനെ ഏക്ക് ദൂസരേക്ക് സാത്ത് ദേത്തേത്തെ, എല്ലാ പ്രവർത്തനങ്ങളിലും അവർ എങ്ങനെയാണ് ഒരുമിച്ചായിരിക്കും. ഒരാളുണ്ടെങ്കിൽ മറ്റേ ആളുണ്ടാവും എന്നുള്ള ആ ഒരു രീതിയിലായിരുന്നു അവർ. അത്രയും ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. ദോനോം ഏക് ദിൻ ജംഗിൾ ദേഖ്നെ ഗേ, രണ്ടുപേരും ഒരു ദിവസം കാട് കാണാനായിട്ട് പോയി. ചലത്തെ ചലത്തെ നദി കെ പാസ് പഹുഞ്ചെ, നടന്ന് നദിക്കരയിലെത്തി. അച്ചാനക് ജോസഫിനെ നദി മേ ഗിർപട, അപ്പോൾ പെട്ടെന്ന് ജോസഫ് ആ നദിയിലേക്ക് വീണു. ബച്ചാവോ ബച്ചാവോ ഓ ചില്ലാനേലേക്ക, രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് അവൻ നിലവിളിക്കാനായിട്ട് തുടങ്ങി. ഇതാണ് കഥ. ഇനി അതിൽ ക്വസ്റ്റ്യൻ നോക്കൂ, അലി കൈസ ലഡ്കാത്ത അല്ലേ, വളരെ സിമ്പിളാണ്. നമുക്ക് ഒന്നാമത്തെ ലൈനിൽ തന്നെ ഉണ്ട് അലി ഏക്ക് അച്ഛാ ലഡ്കാത്ത അല്ലേ, അലി ഏക്ക് അച്ഛാ ലഡ്കാത്ത. ബി ക്വസ്റ്റ്യൻ അലി കാ ദോസ്ത് കാ നാം ക്യാത്ത, അലിയുടെ ഫ്രണ്ടിൻ്റെ പേരെന്താണ്. രണ്ടാമത്തെ ലൈനിൽ നോക്കൂ, ജോസഫ് ഉസ്കാ ദോസ്ത് ത അല്ലേ, അലി കാ ദോസ്ത് ജോസഫ് ത. അങ്ങനെയാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ വേർഡിൻ്റെ അവിടെ നമ്മൾ ആൻസർ ചെയ്തു കൊടുക്കുക. ഇവിടെ ക്യാ എന്നുള്ളതാണല്ലോ ചോദ്യപദം. അപ്പോൾ അവിടെ നമ്മൾ ജോസഫ് എന്നുള്ള ആ ഉത്തരം ചേർത്ത് കൊടുത്താൽ നമ്മുടെ ആ ഒരു ആൻസർ ക്ലിയറായി. ഇനി ദോനോം ഏക് ദിൻ കഹാം ഗേ, രണ്ടുപേരും എവിടേക്കാണ് ഒരു ദിവസം പോയത്. വളരെ സിമ്പിളാണ് അല്ലേ. ദോനോം ഏക് സാത്ത് എവിടേക്ക് പോയത്, ഏക് ദിൻ ജംഗിൾ ദേഖ്നെ ഗേ അല്ലേ, കാട് കാണാനായിട്ടാണ് അവർ പോയത്. ദോനോം ഏക് ദിൻ ജംഗിൾ ദേഖ്നെ ഗേ, അപ്പോൾ കഹാം എന്നുള്ള അവിടെ ജംഗിൾ ദേഖ്നെ എന്ന് എഴുതി കൊടുക്കുക.
അപ്പോൾ ആ ഒരു ഉത്തരവും ക്ലിയറായി. ഇനി ഓപ്ഷൻ ഡി, നാലാമത്തെ ചോദ്യം ഇതാണ്. ജോസഫ് ക്യോൺ ചില്ലാനെ ലഗ, എന്തുകൊണ്ടാണ് ജോസഫ് നിലവിളിച്ചത്? എന്തുകൊണ്ടാണ്? അച്ചാനക് ജോസഫ് നദീമേ ഗിരിപ്പട, അല്ലേ? നദീമേ ഗിരിപ്പട, നദിയിലേക്ക് വീണത് കൊണ്ടാണ്. സ്ലീവോ ചില്ലാനെ ലഗ, അതുകൊണ്ടാണ് അവൻ നിലവിളിക്കാൻ തുടങ്ങിയത്. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഈ ടൈപ്പിലുള്ള ചോദ്യങ്ങൾ എന്തായാലും ഒരിക്കലും വിട്ട് കളയരുത്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഈ തന്നിരിക്കുന്ന കഥയിലുണ്ടായിരിക്കും. കഥ നന്നായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. സാബു ദർസി കിതാബ് ക ഏക് ഗീത് ഗാനെ ലഗ. സാബു തൻ്റെ പാഠപുസ്തകത്തിലൊരു കവിത വായിക്കാൻ തുടങ്ങുകയാണ്. നമ്മുടെ പാഠഭാഗത്തിലുള്ള ഏറ്റവും ലാസ്റ്റത്തെ കവിതയാണ്, അല്ലേ? അതായത് ദില്ലി ചലേ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നസ്മ. അപ്പോൾ ഈ ഒരു കവിതയായിരിക്കും മക്കൾക്ക് കൂടുതൽ വരാൻ ചാൻസ് ഉള്ള ഒരു കവിത എന്ന് പറഞ്ഞാൽ കേട്ടോ. ബോലിയോ ബില്ലി സെ ബില്ലി ഹം തും ദോനോ ജായേ ദില്ലി, കുछ दिन मौज मनाए हम भी, सोहन हलवा खाए हम भी, देखे मीना बाजारों को, लाल किला की दीवारों को, राजघाट की फोटो खींचे, खूब कुतुब मीनार को देखे, बच्चों नज्म पढ़कर सवालों के जवाब लिखिए. അപ്പോൾ ആ ഒരു നസ്മ കവിത വായിച്ചിട്ട് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ये क्वेश्चन എന്താണെന്ന് നോക്കൂ. इस नज्म में चंद तारीख़ इमारतों के नाम है, दो नाम चुनकर लिखिए. അപ്പോൾ ഈ ഒരു കവിതയിൽ കുറച്ച് താരീഖ ഇമാരത്തുകളുടെ പേരുകൾ പറയുന്നുണ്ട്. അവ ഏതാണെന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ്. അപ്പോൾ ഏതൊക്കെയാണ്? ലാൽ കില്ല ഉണ്ട്, പിന്നെയോ രാജ്ഘട്ട്. അപ്പോൾ ഇതേപോലെയുള്ള ചോദ്യങ്ങളായിരിക്കും നമുക്ക് എക്സാമിന് വരിക കേട്ടോ. പിന്നെ കുത്തുബ് മിനാർ, ലാൽ കില്ല, രാജ്ഘട്ട് എന്നുള്ളതൊക്കെ നമുക്ക് എഴുതാം. പിന്നെ നസ്മ ക മത്ലബ് അപ്പനെ അൽഫാസ്മേ ലിഖിയെ, ഈ ഒരു നസ്മിൻ്റെ മത്ലബ് എഴുതാനാണ്. അപ്പോൾ ഈ ഒരു നസ്മിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഇതിൽ ദില്ലിയിലുള്ള ഹൂബ് മനാസിറാണ് ഇസ്മേം ബയാൻ കർത്തയെ, ദില്ലിയിലുള്ള നല്ല ഭംഗിയുള്ള കാഴ്ചകൾ അവിടെ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു നസ്മിൽ പറയുന്നത്. പിന്നെ അവിടെ ഈ ബില്ലിയും കൂടെ ചെന്നിട്ട് സോഹൻ ഹൽവ കഴിച്ചതും, അല്ലേ? സോഹൻ ഹൽവ അവിടുത്തെ ഒരു ഫേമസ് ഹൽവയാണ്. അപ്പോൾ അതും കഴിച്ചിട്ട് അവരവിടെയുള്ള ആ ഒരു സംഗതികളൊക്കെയാണ് അവർ ഈ ഒരു കവിതയിൽ വിവരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മത്ലബ് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഷുവർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ചെയ്ത സമയത്ത് അല്ല അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മക്കൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ആ ഒരു നസ്മ തീർച്ചയായിട്ടും പഠിക്കണം കേട്ടോ, അതിൻ്റെ മത്ലബ്. ഓക്കെ, ഇനി ആറാമത്തെ പ്രവർത്തനം ഇത്വാർ ക ദിൻ ത, ഞായറാഴ്ച ദിവസമായിരുന്നു. സാബു അബ്ബാജാൻ കെ സാത്ത് വയനാട് ദേഖിനെ ഗയ. അപ്പോൾ സാബു തൻ്റെ അച്ഛനോടത്ത് വയനാട് കാണാനായിട്ട് പോയി. ബച്ചോ കേരള കെ 4 തഫ്രീഹി മക്കാമാത്ത് കെ നാം ലിഖിയെ, നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് 4 വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പേരുകൾ എഴുതാൻ കേരളത്തിലുള്ളത്. അപ്പോൾ ഇത് നമ്മൾ മുന്നേ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? നമ്മുടെ വയനാട്, അതേപോലെ മലമ്പുഴ, ഇതൊക്കെ നമുക്കതിൽ എഴുതാം, അല്ലേ? മൂന്നാർ. അപ്പോൾ ഇത്തരത്തിലുള്ള പേരുകളൊക്കെ നമ്മൾ അതിൽ എഴുതിയിട്ട് ബി ക്വസ്റ്റ്യൻ പസന്ദീദ ഏക് തഫ്രീഹി മക്കാമിക്ക് ബാരേമി നോട്ട് ലിഖിയെ, ഇഷ്ടപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തെക്കുറിച്ചൊരു നോട്ട് തയ്യാറാക്കാനാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ ആ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് വയനാടിനെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വയനാടിനെ കുറിച്ചിട്ട് എഴുതുക? ഈ വയനാടിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ബൈ ചാൻസ് നമുക്കൊരു സഫർനാമയുടെ യാത്രാവിവരണമാണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിൽ എപ്പോഴാണ് പുറപ്പെട്ടത്, ആ ഒരു സമയവും എന്തൊക്കെ കണ്ടു, അല്ലേ? എന്തൊക്കെ അവിടെ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ യാത്ര, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ആ ഒരു സഫർനാമ രൂപത്തിലും അതിനെ ആക്കി മാറ്റാം. ഇനി തഫ്രീഹി മക്കാമാത്തിനെ കുറിച്ചിട്ടാണ് ഒരു നോട്ട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അവിടെയുള്ള കാര്യങ്ങൾ മാത്രമേ വയനാടിനെ കുറിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് എഴുതുക? വയനാട് एक തഫ്രീഹി മക്കാം ഹെ, അല്ലെ? വയനാട് ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. വയനാട് മേ ഖൂബ്സൂരത്ത് മനാസിർ ഹെ, വയനാട്ടിൽ നല്ല ഭംഗിയുള്ള കാഴ്ചകളുണ്ട്. വയനാട് ഹരാഭരാ ഹെ, വയനാട് എന്ന് പറയുന്നത് പച്ചപ്പ് കൊണ്ട് നിറഞ്ഞതാണ്. വയനാട് മേ ബാണാസുര ഡാം ബി ഹെ, വയനാട്ടിൽ ബാണാസുര ഡാമുണ്ട്. വയനാട് മേ പൂക്കോട് ലേക്ക് ഹെ, അവിടെ എന്തുണ്ട്? പൂക്കോട് തടാകമുണ്ട്. और वहाँ മുത്തങ്ങ ജംഗൽ ഹെ, അവിടെയാണ് മുത്തങ്ങ വനമുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വയനാടിനെ കുറിച്ചൊരു 3-4 സെൻറ്റൻസ് തയ്യാറാക്കിയാൽ തന്നെ നമുക്കതിനുള്ള ഫുൾ മാർക്ക് നമുക്ക് ലഭിക്കും. ഓക്കെ, ഇനി അടുത്തതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതായത് നമുക്കൊരു സഫർനാമയോ അല്ലെങ്കിൽ എന്തെങ്കിലും കഹാനിയോ എന്തെങ്കിലും ഒരു പാരഗ്രാഫ് നമുക്ക് തരും. എന്നിട്ട് അതിൽ നിന്നും ചോദ്യങ്ങൾ തയ്യാറാക്കാനുള്ള ഒരു ചോദ്യം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട്.
ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ ദർസി കിതാബിലുള്ള ഒരു സഫർനാമയാണ് അല്ലേ, നമ്മുടെ പാഠപുസ്തകത്തിലുള്ള സഫർനാമയാണ്. സുബഹ് 5 बजे बस स्कूल से मैसूर की तरफ रवाना हुई. हम सब बहुत होश थे. गाड़ी 8:30 बजे सुल्तान बത്തേരി पहुंची. वहाँ हम सब ने नाश्ता किया. उसके बाद हम मुतंगा जंगल पहुंचे. जंगल में मुख्तलिफ जानवर और परिंदों को देखकर हम सब हैरान हो गए. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു സഫർനാമയുടെ പാരഗ്രാഫ്. ഇനി ഇതാണ് ചോദ്യം. बच्चों सफ़रनामे पढ़िए और इशारों के मदद से 4 सवालात तैयार कीजिए. അവിടെ തന്നിരിക്കുന്ന സൂചകങ്ങളുടെ സഹായത്തോടു കൂടെ 4 ചോദ്യങ്ങൾ തയ്യാറാക്കാനാണ്. ഇഷാരകളായിട്ട് നമുക്ക് ചോദ്യ പദങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. കബ്, കഹാം, ക്യോം, ക്യാ ക്യാ അല്ലേ. കബ് എന്ന് പറഞ്ഞാൽ എപ്പോൾ, കഹാം എവിടെ, ക്യോം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അല്ലേ, ക്യാ ക്യാ എന്തെല്ലാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ തയ്യാറാക്കാം. എങ്ങനെയാണ് നമ്മൾ ചോദ്യങ്ങൾ തയ്യാറാക്കുക? ഇവിടെ ഒന്നാമത്തെ സെൻറ്റൻസ് എടുക്കാം. സുബഹ് 5 बजे ബസ് സ്കൂൾ സേ മൈസൂർ കി തരഫ് റവാന ഹുയി അല്ലേ. രാവിലെ 5 മണിക്കാണ് സ്കൂളിൽ നിന്നും മൈസൂരിലേക്ക് യാത്ര പുറപ്പെട്ടത്. അപ്പോൾ നമുക്കൊരു ചോദ്യം ഉണ്ടാക്കാം. എങ്ങനെ, എപ്പോഴാണ് സ്കൂളിൽ നിന്നും മൈസൂരിലേക്ക് യാത്ര പുറപ്പെട്ടത്? അപ്പോൾ ഇവിടെ സുബഹ് 5 ബജെ എന്നുള്ളതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അവിടെ നമ്മൾ എന്ത് ചേർത്ത് കൊടുക്കുക? ചോദ്യപദം. എപ്പോൾ എന്നുള്ളതിൻ്റെ ചോദ്യപദം കബ് എന്നാണല്ലോ അല്ലേ. അപ്പോൾ കബ് സ്കൂൾ സേ മൈസൂർ കി തരഫ് റവാന ഹുയി ഒരു ചോദ്യമായി. ഇനി രണ്ടാമത്തെ ചോദ്യം, ഗാഡി 8:30 ബജെ സുൽത്താൻ ബത്തേരി പഹുഞ്ചെ അല്ലേ. 8:30 മണിയായപ്പോൾ വണ്ടി സുൽത്താൻ ബത്തേരി എത്തി. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് 2 ചോദ്യങ്ങൾ ഉണ്ടാക്കാം. ഒന്ന്, എപ്പോൾ സുൽത്താൻ ബത്തേരിയിലെത്തി, അതേപോലെ 8:30 ആയപ്പോൾ ബസ് എവിടെയാണ് എത്തിയത്. 2 ചോദ്യങ്ങൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഇവിടെ എവിടെ എന്നുള്ളതിന് നമുക്കറിയാം കഹാം എന്നുള്ള വേർഡാണ്. അപ്പോൾ സുൽത്താൻ ബത്തേരി ആണല്ലോ എത്തിയത്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചേർത്ത് കൊടുക്കുക? കഹാം. ഗാഡി 8:30 ബജെ കഹാം പഹുഞ്ചി. മനസ്സിലായോ? ഗാഡി 8:30 ബജെ കഹാം പഹുഞ്ചി. സുൽത്താൻ ബത്തേരി എന്നുള്ളതിൻ്റെ അവിടെ ചോദ്യപദം ആയിട്ടുള്ള കഹാം ചേർത്ത് കൊടുക്കുക. ഇനി കബ് വെച്ചിട്ടാണെങ്കിലോ ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുക? കബ് ഗാഡി സുൽത്താൻ ബത്തേരി പഹുഞ്ചി. എപ്പോഴാണ് ഗാഡി സുൽത്താൻ ബത്തേരി എത്തിയത്? ഗാഡി 8:30 ബജെ എന്നുള്ളതാണല്ലോ നമ്മുടെ ഉത്തരം. അവിടെ നമ്മൾ ചോദ്യപദം കബ് എന്ന് ചേർത്ത് കൊടുക്കുക. ഗാഡി കബ് സുൽത്താൻ ബത്തേരി പഹുഞ്ചി. 3 ചോദ്യങ്ങളായില്ലേ. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് ലാസ്റ്റത്തെ ലൈൻ നമുക്കൊരു ലാസ്റ്റത്തെ സെൻറ്റൻസ് നമുക്കൊരു ചോദ്യം ഉണ്ടാക്കാം. ജംഗിൾ മേ മുഖ്തലിഫ് ജാൻവർ ഓർ പരിന്തോं को देखकर हम सब हैरान हो गए. കാട്ടിലുള്ള മൃഗങ്ങളെയും പക്ഷികളെയും, അതായത് വ്യത്യസ്ത തരത്തിലുള്ള പക്ഷികളെയും മൃഗങ്ങളെയും കണ്ടപ്പോൾ ഞങ്ങളെല്ലാം വളരെ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ ഇവിടെ നമുക്കുണ്ടാക്കാം ജംഗിൾ മേ ക്യാ ക്യാ ദേക്ക അല്ലേ. കാട്ടിൽ എന്തൊക്കെയാണ് കണ്ടത്. പിന്നെ നമുക്ക് അതിൽ നിന്ന് തന്നെ വേറൊരു ചോദ്യം ഉണ്ടാക്കാം. ബച്ചെ ഹൈറാൻ ഹോഗയെ ക്യോം അല്ലേ. കുട്ടികൾ അത്ഭുതപ്പെട്ടു എന്തുകൊണ്ട് അല്ലേ, ക്യോം. അപ്പോൾ അവിടെ നമുക്ക് ആൻസറായിട്ട് വരുന്നത് ജംഗിൾ കെ മുഖ്തലിഫ് ജാൻവർ ഓർ പരിന്തോं को देखकर അല്ലേ. കാട്ടിലുള്ള വ്യത്യസ്തമായിട്ടുള്ള മൃഗങ്ങളെയും പക്ഷികളെയും കണ്ടിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ചോദ്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് എല്ലാം നമ്മൾ കവർ ചെയ്തു. ഇനി മക്കൾ ഷുവറായിട്ടും മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് തീർച്ചയായിട്ടും പോയി കാണുക. അതിലുള്ള മറ്റ് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് തീർച്ചയായിട്ടും പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എക്സാം വളരെ സിമ്പിളാവട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കല്ലേ. ഓക്കെ, ശുക്രിയ. ഖുദാ ഹാഫിസ്.